ഒരു പവർഫുൾ ലീഡറാണ്. സാറിനെ എനിക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് എന്റെ ഭാഗ്യമായി കരുതുന്നു. കാരണം ഈ ഓപ്പർച്യൂണിറ്റിയിൽ എന്റെ അപ്ലൈനും എന്റെ മെന്ററും അതുപോലെ എന്നെ എല്ലാവിധ സക്സസിലോട്ട് എത്തിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ഒരു ലീഡർ കൂടിയാണ് സാറ്. സാറ് കണ്ണൂർ സ്വദേശിയാണ്. 20 വർഷമായിട്ട് ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക സാർ പാർട്ട് ടൈം ആയിട്ട് 3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ആയത്. ഈ ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ആ ജോലിയേക്കാൾ ഉപരി തന്റെ ഫാമിലിയെ സെക്യൂർ ആക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ സാറ് ആ ഒരു ജോലി റിസൈൻ ചെയ്ത് 1.5 വർഷമായിട്ട് സാർ ഫുൾ ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അവിടെ UAE ഇരുന്നു കൊണ്ട് വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്ന സാറ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൗൺ ഡയറക്ടർ ലെവൽ അച്ചീവ് ചെയ്യാനായിട്ട് സാറിന് സാധിച്ചിട്ടുണ്ട്. സാറിനെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ബഹുമാനത്തോടെ അതിലേറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ഷാജി മിതൽ സാർ ഫ്രം ദുബായ്. താങ്ക് യു ഭീമ. നല്ല രീതിയിൽ ഭീമ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ ഞാൻ ഭീമ പറഞ്ഞ പോലെ കണ്ണൂരാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ദുബൈയിലാണുള്ളത്. ഏകദേശം 10-20 വർഷത്തോളമായി ദുബൈയിലാണ്, പ്രവാസിയാണ്, ഫാമിലിയോടൊപ്പം ദുബൈ തന്നെയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു ഗ്ലോബൽ സിഇഒയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാണ്, കൺഗ്രാജുലേഷൻ ചെയ്യാണ്. കാരണം നിങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു മണിക്കൂർ ക്ഷമയോടെ ഇരിക്കാൻ സാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നൊരു ദിവസമായി മാറുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടെ 1 മണിക്കൂർ മാറ്റി വെക്കുക. ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ. ഞാൻ 20 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തു. എനിക്ക് ജോലിയേക്കാളും ഒരു സേഫായി തോന്നിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് വെസ്റ്റേജ്. അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്നത്തെ ഈ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ നല്ലൊരു ജോലി കിട്ടാനും അല്ലെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടാനും ഒത്തിരി ബുദ്ധിമുട്ടുന്നൊരു സമയമാണ് ഇപ്പോൾ അല്ലേ. ഏതൊരാൾക്കാർക്കും ചിലവ് കൂടുതലും അതോടൊപ്പം തന്നെ അവരുടെ വരുമാനം അതനുസരിച്ച് കൂടാതെ ഭയങ്കര സ്ട്രഗിളിൽ പോകുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഒരു എക്സ്ട്രാ വരുമാനം അത്യാവശ്യ ഘടകം തന്നെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടാവും. ഞാനൊരു സ്ലൈഡിൻ്റെ സഹായത്തോടുകൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഭീമ സ്ലൈഡ് കാണാവോ? ഓക്കെ ആണ് സാർ, കാണാം. നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലക്ഷക്കണക്കിന് പൈസയുടെ ആവശ്യമുണ്ടല്ലേ. ഒരു ബിസിനസ് ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് പരാജയപ്പെട്ടു പോയേക്കാം. ഇവിടെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒരു ടെൻഷനോ റിസ്കോ ഇല്ലാതെ നമ്മളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ നമുക്കൊരു അവസരം ലഭിക്കുകയാണ്. നമുക്കൊരു ബിസിനസ് ചെയ്യാൻ അഥവാ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ശമ്പളം കൊടുത്ത് സ്റ്റാഫിനെ വെക്കേണ്ട ആവശ്യമുണ്ടാവും അല്ലേ. ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനായിട്ട് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ദ ടീം ഓഫ് ചാമ്പ്യൻ, ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റം, ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീം നമ്മളെ പഠിപ്പിക്കുന്ന CEO, കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കൺസ്യൂമറിനെ എങ്ങനെ ഒരു സ്മാർട്ട് കൺസ്യൂമറാക്കി മാറ്റാം എന്നുള്ളതാണ് വിന്നിംഗ് ടീം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഡ്രീം? ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ അവർ ഒരുപാട് പഠിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നല്ലൊരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ വീട്ടമ്മയായി വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ. ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കാതെ ആരും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഒരു ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വരുമാനം കുറവാണെങ്കിൽ കുറച്ചൊരു വരുമാനം കൂടെ എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അനുസരിച്ച് നമുക്ക് നീങ്ങണമെങ്കിൽ നല്ലൊരു വരുമാനം ആവശ്യമാണ്. അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ആവശ്യത്തിന് പണം നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ലക്ഷറി കാറുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. വിദേശ യാത്രകൾ ഫാമിലിയോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെ ടൂർ പോകുന്നത് ചിലപ്പോൾ ഊട്ടിയിലോ കൊടൈക്കനാലോ നമ്മുടെ നാട്ടിലുള്ള സ്ഥലത്തായിരിക്കും അല്ലേ. വിദേശ യാത്രകൾ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മുടെ ഫാമിലിയുടെ കൂടെ നല്ല ആരോഗ്യപരമായ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടുതലുണ്ടാവുക. ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ്. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇന്നൊരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയെന്ന് പറയാൻ നമുക്ക് എന്തൊക്കെ വേണം? പ്രധാന ഘടകം ഒന്ന് പണം തന്നെയാണല്ലേ. പണം ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആയെന്ന് പറയാൻ സാധിക്കുമോ? ആവശ്യത്തിൽ പണം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ സമയമില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമില്ല എങ്കിൽ, ഇപ്പം നല്ല ആവശ്യത്തിന് പണവും സമയമുള്ള ഒരു വ്യക്തിക്ക്
ഹെൽത്തി അല്ല, എന്നും ഹോസ്പിറ്റലൈസ്ഡാണ്, എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ അതുപോലെ ലൈഫ് സെക്യൂരിറ്റി കൂടി വേണം. നമുക്ക് നല്ല വീട് വേണം, കാറ് വേണം, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇതിനൊക്കെ നമുക്ക് ആവശ്യമാണ്, പണം ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു, ഒരു കുടക്കീഴിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായി പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ കാണാം, അല്ലേ? വാട്ട് ഈസ് യുവർ ഇൻകം സ്റ്റാറ്റസ്? ഇന്നത്തെ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ വരുമാനം ഇപ്പോൾ എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന വരുമാനം, വാട്ട് എബൌട്ട് യുവർ സേവിങ്സ് ഫ്യൂച്ചർ? നമ്മുടെ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് വളരെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർക്ക് സാധിക്കുന്നുണ്ടാവുമായിരിക്കും. കാരണം വരുമാനം കുറവും ചിലവ് കൂടുതലാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ലൈഫായിരിക്കും, എങ്ങനെയെല്ലോ തട്ടിക്കൂട്ടി പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? യാതൊരു ഗ്യാരണ്ടി ഇല്ലല്ല. ഞാൻ ആക്ച്വലി ദുബായിൽ 20 വർഷം ജോലി ചെയ്ത് ഒരു കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത ആളായിരുന്നു. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുടെ ജോലി കൊറോണയ്ക്ക് ശേഷം നഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം അവർക്ക് ആ ജോലി കണ്ടെത്താൻ, വേറൊരു ജോലി കണ്ടെത്താനും അതേ ശമ്പളത്തിലൊരു ജോലി കിട്ടാനും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് EMI അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ലൈഫ് മുന്നോട്ട് പോകാൻ ഒത്തിരി കഷ്ടപ്പെട്ട ആൾക്കാർ. ആ സമയത്താണ് ഞാനും ചിന്തിച്ചത്, നമുക്കും ഇതേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മുടെ ഫാമിലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറണ്ട് ഇൻകം സ്റ്റോപ്സ്? ഈ പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നാൽ നമ്മുടെ ഫാമിലിയെ എങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? അതും നമുക്കൊരു ജോലി തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഫുൾ ബിസി ലൈഫ് ആണെങ്കിൽ, നമ്മുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഇതെല്ലാം നമുക്കൊരു നോ ആണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിന് യെസ് ആക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ സാധിക്കുന്നുണ്ടോ? ഇവിടെ 2 ടൈപ്സ് ഓഫ് ഇൻകം കാണാം. ഒന്ന് ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. ഇന്ന് ലോകത്ത് 95% ആൾക്കാരും ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. എന്നറിയാം, നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു മാസം അവസാനം നമുക്ക് ശമ്പളം കിട്ടുന്നു. നമ്മൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ശമ്പളമില്ല, അല്ലേ? ആക്റ്റീവ് മണിയാണ്. നമ്മൾ എപ്പോഴത്തോളം ആക്റ്റീവായി നിൽക്കുന്നോ ആ സമയത്ത് നമുക്കൊരു ശമ്പളം കിട്ടുന്ന രീതി, അതാണ് ആക്റ്റീവ് ഇൻകം. അതോടൊപ്പം തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇന്നിപ്പോൾ ഒരു ഷോപ്പ് ഇട്ടിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പിലിരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ല? അവരും പറയുന്നത് ബിസിനസ് ആണെന്ന് പറയും, എങ്കിലും അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഉണ്ട് കച്ചവടം ചെയ്താൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആയിക്കോട്ടെ, സ്വന്തമായിട്ട് വാഹനമുള്ള ആൾക്കാരായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അവരൊക്കെ എല്ലാവർക്കും അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു മാസം വർക്ക് ചെയ്താൽ മാത്രമേ അവർക്കൊരു വരുമാനം അവിടെ ഏൺ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അവരുടെ ആബ്സെൻസിൽ ഒരിക്കലും അവർക്ക് അവിടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതാണ് ആക്റ്റീവ് ഇൻകം. 95% പോപ്പുലേഷനും ഈ ഒരു ആക്റ്റീവ് ഇൻകം കാറ്റഗറിയാണ്. അതോടൊപ്പം പാസീവ് ഇൻകം റൈറ്റ് സൈഡിൽ കാണാം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ്. ഇന്ന് ലുലു, യൂസഫ് അലിയൊക്കെ, കല്യാൺ സിൽക്കിൻ്റെ ആൾക്കാരായിക്കോട്ടെ, അലുകാസിൻ്റെ ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ ബിസിനസ് ഓണേഴ്സാണ്. അവർ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരവിടെ പോകേണ്ട ആവശ്യമില്ല, അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് എല്ലാ മാസവും പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഒത്തിരി പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിയുന്ന ആൾക്കാരുണ്ടാവും. അവർ നല്ലൊരു പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെ അവർ പാസീവ് ഇൻകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പോപ്പുലേഷൻ 5% ആൾക്കാർ മാത്രമേ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ വെൽത്ത് നോക്കുവാണെങ്കിൽ 95% വെൽത്തും ഇവരുടെ കയ്യിലാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്? യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഈ ഒരു പാസീവ് ഇൻകം കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം പാസീവ് ഇൻകം തന്നെയാണല്ലേ? നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ വീട്ടിലേക്ക് ഒരു വരുമാനം വരണം. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്തും നമുക്കൊരു വരുമാനം വരണം. നമ്മൾ എത്ര ഏജ്ഡ് ആയി കഴിഞ്ഞാലും ആ പ്രായത്തിൽ നമുക്കൊരു വരുമാനം വരണം. അതിന് നമ്മൾ പാസീവ് ഇൻകം തന്നെ നോക്കിയേ പറ്റുള്ളൂ. ഇവിടെ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാതെ, ഒരു ടെൻഷനോ റിസ്ക്കോ ഇല്ലാതെ നമുക്കും ഒരു പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അതുകൂടാതെ വേറെ എന്തൊക്കെ നമുക്ക് ഇതിലൂടെ ലഭിക്കാം? ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രാ ഇൻകം. ഇന്ന് നമുക്കറിയാം, ഒരു വീട്ടമ്മക്കെല്ലാം ആഗ്രഹം ജോലിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുട്ടികളെ നോക്കിക്കൊണ്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടും അവർ വീട്ടമ്മയായി മാറുവാണ്. അവരുടെ വീട്ടിലുള്ള ജോലി കഴിഞ്ഞുള്ള ബാക്കി ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ജോലിയുള്ള ആൾക്കാർക്ക് ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം. ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഒരു 18 വയസ്സുള്ള സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ, അവരുടെ പഠനത്തോടൊപ്പം തന്നെ ഒരു വരുമാനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. പഠനം കംപ്ലീറ്റ് ആവുന്ന സമയത്ത്, ഒരു 25 വയസ്സൊക്കെ ആവുന്ന സമയത്ത് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. സ്റ്റുഡൻസുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ്. ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം.
ഇന്ന് നമ്മളൊരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിക്കാനോ നമ്മൾ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് അതിൻ്റെ പ്രൈസ് ടാഗ് ആയിരിക്കും അല്ലേ. നമ്മളുടെ പോക്കറ്റിലെ പൈസ നോക്കുന്നു, അതിന് ശേഷമാണ് നമ്മൾ ആ പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവുക, ആ സാധനം നമ്മൾ സെലക്ട് ചെയ്യാറുണ്ടാവുക. നമ്മുടെ പോക്കറ്റിൽ പൈസ അനുസരിച്ച് ഇത് വേണ്ട, വേറൊരു സാധനം വാങ്ങിക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ കുറവായിരിക്കും. ഇവിടെ ആ ഒരു പ്രൈസ് ടാഗ് പോലും നോക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഈ ഒരു ബിസിനസ് അവസരത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ടൈം ഫ്രീഡം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ നമുക്കറിയാം, പല ആൾക്കാരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്തും എല്ലാവരും സമയമില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഈ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ ദിവസവും ജോലിക്ക് പോകണം, ഞായറാഴ്ച ദിവസം ഒരു ലീവായിരിക്കും, അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അവർക്കൊന്നും സമയം കിട്ടാറുണ്ടാവില്ല. ഇനി വലിയ ബിസിനസ്സുകാരാണെങ്കിൽ പോലും അവർക്ക് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്കൊരു ടൈം ഫ്രീഡം നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് വീട്ടിലിരുന്നുകൊണ്ടാണ്. ഫുൾ ടൈം ഫാമിലിയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഹാപ്പിയാണ്. നല്ലൊരു ടൈം എനിക്ക് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ ഈ ഒരു ബിസിനസ്സിലൂടെ ലഭിക്കുന്നുണ്ട്. ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യമാണ് ഹെൽത്ത് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതും ഹെൽത്തിന് വേണ്ടി തന്നെയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ വലിപ്പം, ഒരു 10 വർഷം മുന്നേ ഉള്ള ഹോസ്പിറ്റലിൻ്റെ വലിപ്പം നോക്കിക്കൊണ്ട് 2, 3, 4 നിലകൾ മേലോട്ട് പൊങ്ങിക്കാണും. ഹോസ്പിറ്റലിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ബിസിനസ് അവസരത്തിലൂടെ നിങ്ങൾ നല്ലൊരു ആരോഗ്യം കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിൽ നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ലിവ് എ ലെഗസി. നമുക്ക് നമ്മുടെ ജനറേഷൻ, നമ്മുടെ കുട്ടികളുടെ ജനറേഷൻ, അവർ വരെ നമ്മൾ ഓർക്കപ്പെടുന്ന ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ മക്കൾ മാത്രമേ നമ്മൾ ഓർക്കുന്നുണ്ടാവുള്ളൂ. അതിനപ്പുറത്ത് ചിലപ്പോൾ അവർ ഓർത്തുനിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ നമുക്കൊരു ലെഗസി ക്രിയേഷൻ ചെയ്യാൻ കൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാധിക്കുന്നുണ്ടാവും. എർലി റിട്ടയർമെൻറ്റ് പോസിബിൾ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാണ്. 20 വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. ഇനി ഒരു 20 വർഷം കൂടെ ചെയ്താൽ പോലും എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ വെസ്റ്റീജ് എന്നൊരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷമാണ് ഞാൻ 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ജോബ് റിട്ടയർ ചെയ്ത് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ദുബായ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. അതിൽ ഇവിടെ വന്നിരിക്കുന്ന ഏതൊരാൾക്കാർക്കും ഒരു എർലി റിട്ടയർമെൻറ്റ് പോസിബിൾ ആണ്. ഇപ്പോൾ ഒരു ലേഡീസാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നമുക്ക് എർലി റിട്ടയർമെൻറ്റ് പോസിബിൾ ആക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ ഇതിലോട്ട് വരുന്നത് മുന്നേ എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പോലും അറിയില്ല. ഒരാൾക്കാരുടെ മുന്നിൽ 2 മിനിറ്റ് പോലും നിന്ന് സംസാരിക്കാൻ എനിക്ക് മുട്ട് വറക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു തന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഏതൊരാൾക്കാർക്കും അവരുടെ പേഴ്സണാലിറ്റി നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അതോടൊപ്പം തന്നെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനൊരു അവസരം, ട്രാവൽ അറൗണ്ട് ദ വേൾഡ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തത് 9,000 പേര് തായ്ലാൻഡ് ട്രിപ്പ് ഫ്രീ ആയിട്ട് കൊണ്ടുപോയിരുന്ന ഒരു കമ്പനിയാണ്. ഇതിപ്പോൾ ഓൾറെഡി 2025 ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഫെബ്രുവരി മാസം ലക്ഷറി ക്രൂയിസ് ട്രിപ്പ് തികച്ചും ഫ്രീ ആയിട്ട്, അതുപോലെ ലണ്ടൻ സ്കോട്ട്ലാൻഡ് ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ്, ഇതൊക്കെ 2025 ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സഞ്ചരിക്കാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കുന്നുണ്ടാവും. ഇന്ന് നമുക്കൊരു സഹോദരിയോ സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒരു ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് സഹായിക്കും. എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. പക്ഷേ ഈ ഒരു ബിസിനസ് അവസരം നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഒത്തിരി ആൾക്കാർക്ക്, ഒത്തിരി ഫാമിലികളിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സാധിക്കുന്നുണ്ടാവും. അതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വന്ന കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയിൽ 2004 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 20 വർഷം കംപ്ലീറ്റ് ആയി. 2004 കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 10 പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനിയായിരുന്നു. ഡൽഹിയിലും ബാംഗ്ലൂരിലും 2 ഓഫീസായിരുന്നു. നമ്മളെപ്പോലെ വർക്ക് ചെയ്യുന്ന 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു 2004 കമ്പനിയോടൊപ്പമെങ്കിൽ ഇന്ന് ഏകദേശം 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിലെ കമ്പനിയായി മാറി. 10 പ്രൊഡക്റ്റിൽ നിന്നും ഏകദേശം 450 പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടുണ്ട്. ഏകദേശം 5 കോടിയിലധികം ആൾക്കാർ ഈ ഒരു ബിസിനസ് ഓപ്പറുണ്ട്. 5000-ലധികം ഓഫീസും ഇന്ത്യയിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ലോകത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി വെച്ച് നോക്കുമ്പോൾ 38ാം പൊസിഷൻ നിൽക്കുന്ന ആദ്യത്തെ 100 കമ്പനിയിൽ ഏക ഇന്ത്യൻ കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഐവറി കോസ്റ്റ്, ഘാന, ഫിലിപ്പീൻ ഇത്രയും രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഏകദേശം 30 രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. 5000 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിയോടൊപ്പം വിതൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനൊരു അവസരം ലഭിക്കുകയാണ്.
നമ്മുടെ കമ്പനിയിൽ കിട്ടിയ അവാർഡ്സും റെക്കഗ്നേഷൻസും നമുക്ക് നോക്കാം. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ അവാർഡ് 2017, 2018, ഗ്ലോബൽ 100 അവാർഡ് 38ാം സ്ഥാനത്തുള്ള കമ്പനിക്ക് അവാർഡ് വാങ്ങിച്ചു. ഗ്രേറ്റ് പ്ലേസ് വർക്കിനുള്ള അവാർഡ്, നാഷണൽ ബ്ലാസ്റ്റ് എംപ്ലോയ്മെന്റ് ബ്രാൻഡ് അവാർഡ് വാങ്ങിച്ചു 2021. 2022-23 ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്രക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കൂടെയാണ് നമ്മളെല്ലാവരും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതിൻ്റെ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിച്ചുപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് പെല്ലയിലാണ് കിട്ടുന്നത്. ഇൻ്റർനാഷണൽ ക്വാളിറ്റി നമുക്കറിയാം. ഇന്ന് നമ്മൾക്ക് നാട്ടിൽ ഗൾഫുകാരൊക്കെ പ്രൊഡക്റ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സോപ്പും പേസ്റ്റൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അറിയാം ഫോറിൻ പ്രൊഡക്റ്റാന്ന് പറയും അല്ലേ, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാറുണ്ട്. ഇന്ന് നമ്മളെ വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് എല്ലാ രാജ്യത്തും ഒരേ ക്വാളിറ്റി ഒരേ വിലയിൽ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ പ്രൈസ് മണി അനുസരിച്ച് അവിടെ കിട്ടുന്നുണ്ടാവും. പക്ഷേ എല്ലാ ക്വാളിറ്റിയും ഒരേപോലെയായിരിക്കും. അതോടൊപ്പം തന്നെ വേറെ ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് പ്രത്യേകത മണി ബാക്ക് ഗ്യാരണ്ടിയാണ്, റീഫണ്ട് പോളിസി. അങ്ങനെ ഒരു കമ്പനി നമുക്ക് കിട്ടിയുള്ളൂ അല്ലേ. ഒരു സിനിമാക്കാരുടെ പരസ്യങ്ങൾ കണ്ട് ടി വിയിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിച്ച് ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഒരു കച്ചവടക്കാരനും ആ സാധനം തിരിച്ചെടുക്കില്ല. ഇവിടെ വെസ്റ്റീജ് കമ്പനി 100% മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള അവസരം ഉപയോഗിച്ച് നോക്കാം. 30% വരെ അത് യൂസ് ചെയ്ത് നോക്കാം. ഒരു മാസം വരെ നമുക്കത് കയ്യിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുത്താൽ കമ്പനി പൈസ തരാൻ റെഡിയാണ്. പക്ഷേ ഇന്ന് 20 വർഷമായിട്ട് ഏകദേശം 5 കോടിയിലധികം ആൾക്കാർ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾ പോലും ആ പ്രൊഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പരസ്യക്കാരല്ല ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഒരു വ്യക്തി ഉപയോഗിച്ച് അവരുടെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് മറ്റുള്ളവർക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ആ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കാർക്കും ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഏകദേശം 16 കാറ്റഗറി പ്രൊഡക്റ്റാണ് ഇതിലുള്ളത്. അത് കുറച്ച് പ്രൊഡക്റ്റിന് പേര് ഞാൻ പറയാം. വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹാർട്ട്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, ഗ്ലിസമിക് ഹെൽത്ത്, ജോയിൻറ്റ് ആൻഡ് ബോൺ ഹെൽത്ത്, ഡീറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ, വിമൻ ഹെൽത്ത്, ആയുഷ് ആൻഡ് ഹെൽത്ത്, ഫുഡ്, ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ, സ്കിൻ കെയർ ആൻഡ് ഏജിങ്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചർ, എയർ ആൻഡ് വാട്ടർ പ്യൂരിഫയർ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആരോഗ്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബിസിനസ്സിലൂടെ നമുക്കൊരു ഗുഡ് ഹെൽത്ത് കിട്ടുക എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടും അതോടെ വിഷമടങ്ങിയ പച്ചക്കറി നമുക്ക് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ വെസ്റ്റീജ് കമ്പനിയിൽ തന്നെ ഹെൽത്ത് സപ്ലിമെൻറ്റ്, ഫുഡ് സപ്ലിമെൻറ്റേഷൻ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അത് കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്കറിയാം മുട്ടുവേദന. ഒരു 35 വയസ്സായ സമയത്തൊക്കെ നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം മുട്ടുവേദന അല്ലേ. അതിന് പറ്റിയ വണ്ടർഫുൾ ആയിട്ടുള്ള ഗ്ലൂക്കോസമിൻ, കാൽസ്യം, കൊളാജൻ, ഈ ഒരു 3 പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലുകൾക്കിടയിലുള്ള ജോയിൻറ്റിന് നമുക്കതിന് ഗ്ലൂക്കോസമിനെ കൊണ്ട് സിനോവിൽ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കാൽസ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലിൻ്റെ ശക്തി കൂട്ടാനും, കൊളാജൻ, ഈ ഒരു 3 പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. വളരെ നല്ല റിസൾട്ട്. നമുക്ക് ഒത്തിരി ആൾക്കാർക്ക്, എൻ്റെ വീട്ടിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു. ഞാൻ വെസ്റ്റീജിന് മുന്നേ വരുന്ന സമയത്ത് ഒരു മുട്ടിൻ്റെ സർജറി കഴിഞ്ഞതായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മുട്ടിന് ഇതേ സെയിം പ്രോബ്ലം വന്ന സമയത്ത് ഈ ഒരു 3 പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ വളരെ നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഷുഗറിൻ്റെ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ വളരെ അപൂർവമാണ്. എല്ലാ വീടുകളും ഒരു ഷുഗർ പേഷ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ടോ. അതിന് ഏറ്റവും നല്ല റിസൾട്ടുള്ള നീമിൻ്റെ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്. വളരെ തുച്ഛമായ വിലയിൽ 360 രൂപ മാത്രമേ ഉള്ളൂ. ഇന്ന് നമുക്കറിയാം നമ്മൾ ഷുഗറിൻ്റെ ഗുളിക കഴിച്ചാൽ പോലും അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ നീമിൻ്റെ സപ്ലിമെൻ്റ് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ പഞ്ചസാര ഉപയോഗിക്കാൻ, ചായക്ക് മധുരം വേണം തോന്നുന്ന ആൾക്കാർക്ക് സ്റ്റിവിയയുടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ചായക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്. പ്രതിരോധശേഷി നമുക്കറിയാം ഇന്ന് കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്ക് അറിയാൻ സാധിച്ചത് അല്ലേ. ഇമ്മ്യൂണിറ്റി പ്രോഡക്റ്റ് നമ്മളെ കമ്പനിക്ക് വെസ്റ്റീജ് തന്നെ ഒരു 5ഓളം പ്രതിരോധ ശേഷിക്ക് പറ്റിയ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് സ്പൈറലിന, അതുപോലെ നോനി, കൊളസ്ട്രം, അലോവേര, ആംല. അത് സ്പൈറലിന നമുക്കറിയാം ഒരു കടൽ പായലാണ്, ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്. നാസയിലൊക്കെ പോകുന്ന ആൾക്കാർ സൂപ്പർ ഫുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണത്തിന് പകരം ഇതാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമേ ഇത് രാവിലെ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു സപ്ലിമെൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഫുൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇന്നൊക്കെ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നോനി നമ്മുടെ നാട്ടിലൊക്കെ കാണാം, വല്ല പറമ്പിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാക്കപ്പഴം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ താഴെ വീണ് കിടന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അത്. പക്ഷേ അതിൻ്റെ ഒരു സപ്ലിമെൻ്റാണ് നോനി. ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് അതും.
അതുപോലെ കൊളസ്ട്രം ഉണ്ട്. പശുവിൻ്റെ ആദ്യത്തെ മഞ്ഞപ്പാലിൽ നിന്നെടുത്തൊരു സപ്ലിമെൻ്റാണ് കൊളസ്ട്രം. അതും ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ്. അലോവേര ഉണ്ട്. അതോടൊപ്പം തന്നെ ആംല, നെല്ലിക്ക. നമുക്കറിയാം നെല്ലിക്കയുടെ ഗുണം എന്താണെന്നല്ലേ. ഒരു 10 നെല്ലിക്ക നമുക്ക് ഡെയിലി കഴിക്കാൻ സാധിക്കും എല്ലാവർക്കും. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് അറിയാം, സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജലദോഷം, പനിയും സ്ഥിരമായിട്ട് കുട്ടികൾ ഈ അസുഖങ്ങളായിട്ടായിരിക്കും സ്കൂളിൽ നിന്ന് വരുന്നുണ്ടാവും അല്ലേ. എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ആംലയുടെ സപ്ലിമെൻ്റ് എടുത്ത് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അവർക്ക് ഇതുപോലുള്ള ജലദോഷ തുമ്മലൊന്നും പെട്ടെന്നൊന്നും പിടിവരില്ല. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ആംല. എല്ലാവരും അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. അതുപോലെ വെസ്റ്റീജ് പ്രൈമിലേക്കാണ് നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഒന്ന് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ആണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ വണ്ടർഫുൾ റിസൾട്ടുള്ള ഒരു ഗമ്മീസ് രൂപത്തിലുള്ള സാധനമാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ചെറിയ കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ ഒരു വെള്ള കലകൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിനൊക്കെ വണ്ടർഫുൾ റിസൾട്ടാണ് ഈ ഗമ്മീസ്. അതുപോലെ കോംബയോട്ടിക്സ് ഉണ്ട്, സീബക്തോം ഉണ്ട്, ക്രിൽ ഓയിൽ ഉണ്ട്. അതുപോലെ ഡീറ്റോക്സ് റിജുവിനേഷനിൽ നിരവധി പ്രൊഡക്റ്റുകൾ. അതിലൊന്ന് ഫൈബർ. നമുക്കറിയാം പൈൽസിൻ്റെ ഒക്കെ അസുഖമുള്ള ആൾക്കാർക്ക്, അതുപോലെ മലബന്ധം പോലുള്ള പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഫൈബർ നല്ല വണ്ടർഫുൾ റിസൾട്ടാണ്. അതുപോലെ ഗാനോഡർമ ഒരു മഷ്റൂമാണ്, റെഡ് മഷ്റൂം എന്ന് പറയും. ഇത് മൈഗ്രെയിൻ പോലുള്ള ആൾക്കാർക്ക്, അതുപോലെ വെരിക്കോസിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ വളരെ നല്ല റിസൾട്ടാണ്. ഡീറ്റോക്സ് ഫുഡ് പാച്ചസ് ഉണ്ട്, ഐസപ്പോർട്ട് ഉണ്ട്, കോർക്യുമിൻ പ്ലസ് ഉണ്ട്. ഇന്ന് ഐസപ്പോർട്ട് നമുക്കറിയാം കുട്ടികൾക്കൊക്കെ, ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഇന്ന് മൊബൈലിൻ്റെ ഉപയോഗം കാരണം കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയെ മാറിയിരിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് മൊബൈൽ ഇല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥയാണ്. അമ്മമാർ അവരുടെ ബഹളം ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് മൊബൈൽ കൊടുത്ത് ഒഴിവാക്കുകയാണ്. 5 വയസ്സുള്ള കുട്ടികൾ വരെ ഇന്ന് കണ്ണടേൻ്റെ ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. അതുപോലെ 35 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്കും കണ്ണട വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഐ സപ്പോർട്ടും അതിനോടൊപ്പം വൈറ്റൽ കോംപ്ലക്സും കൂടി ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ കുർക്യുമിൻ പ്ലസ് ഉണ്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ നിരവധി പ്രൊഡക്റ്റുകളാണ് ഇതിനകത്തുള്ള വീസ്ലിം ഷെയ്ക്ക്, വീസ്ലിം ടീ ആൻഡ് വീസ്ലിം ക്യാപ്സ്യൂൾ. അതോടൊപ്പം തന്നെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട്. ഹോർമോൺ ഇൻബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ പ്രൊഡക്റ്റ്, ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ പൗഡറാണ് നമ്മുടെ വെസ്റ്റീജിലുള്ളത്. ലേഡീസിൻ്റെ ആരോഗ്യത്തിന് നിരവധി പ്രൊഡക്റ്റുകൾ. ഒന്ന് ഫോളിക് അയൺ പ്ലസ്, ഇന്ന് പറയാം രക്തക്കുറവുകൾ, അനീമിക് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സപ്ലിമെൻ്റാണ് ഫോളിക് അയൺ പ്ലസ്. അതുപോലെ ശതാവരി മാക്സ്, ശതാവരി കിഴങ്ങിൽ നിന്നെടുത്തൊരു പ്രൊഡക്റ്റാണ്. ഈ ഗർഭാശയ മുഴവുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്കും അതുപോലെ ഇറഗുലർ പീരീഡ്സൊക്കെയുള്ള ആൾക്കാർ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സപ്ലിമെൻറ്റ്സ് ആണ്. അതുപോലെ ക്രാൻബെറി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, യൂറിനറി ട്രാക്കേജ് സ്പെഷ്യലുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. അങ്ങനെ ലേഡീസിൻ്റെ നിരവധി സപ്ലിമെൻറ്റ്സ് അതിനകത്തുണ്ട്. അതുപോലെ ഹൃദയ സംരക്ഷണത്തിനായിട്ട് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് ഹാർട്ട് അറ്റാക്കിനെ അല്ലേ. അതിന് നമുക്ക് ഏറ്റവും നല്ല 3 സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ക്വാൻസമിക്യൂട്ടൻ, ഫ്ലാക്സ് ഓയിൽ, എലാർജിൻ. ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്കുകളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ക്വാൻസമിക്യൂട്ടൻ സൈലൻറ്റ് അറ്റാക്കിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന, എലാർജിൻ എന്ന് പറഞ്ഞൊരു നോബൽ സമ്മാനം ലഭിച്ചൊരു പ്രൊഡക്റ്റാണത്. ഇത് 3 ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എല്ലാ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർക്കും നമ്മുടെ അച്ഛനമ്മമാർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സപ്ലിമെൻ്റാണ്. അതുപോലെ ആയുർവേദിക്കിൽ നിരവധി പ്രൊഡക്റ്റുകളാണ്. റെസ്പോ കെയർ, കഫക്കെട്ടിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് റെസ്പോ കെയർ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. കിഡ്നി ഹെൽത്ത് ആൻഡ് ലിവർ ഹെൽത്ത്, അതുപോലെ പ്രോകാർഡ്, ഇങ്ങനെ നിരവധി ആയുർവേദിക് സപ്ലിമെൻ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഹെൽത്ത് ഫുഡിലേക്ക് പോവുകയാണെങ്കിൽ തവിടെണ്ണ, WHO അംഗീകരിച്ച ഏറ്റവും നല്ല കുക്കിംഗ് ഓയിൽ. തവിടെണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വേറെ തവിടെണ്ണ കാണാൻ പറ്റും, അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. പക്ഷേ വെസ്റ്റീജിൻ്റെ ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത തവിടെണ്ണ, ഇത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന, നമ്മുടെ ടീമിലൊക്കെ ഉപയോഗിച്ച ആൾക്കാർ വളരെ നല്ല റിസൾട്ടാണ് പറഞ്ഞ് ഒരൊറ്റ ബോട്ടിൽ 1 മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ കൊളസ്ട്രോൾ ലെവൽ നല്ല ലെവലിൽ കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒറിജിനൽ ചായ, നമ്മുടെ ചായയുടെ ടേസ്റ്റ് ഒറിജിനൽ അറിയണമെങ്കിൽ നമ്മുടെ വെസ്റ്റീജിൻ്റെ ചായ എന്ന് കുടിച്ചു നോക്കണം. ചായപ്പൊടി ഉണ്ട്, കോഫി പൊടി ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ട്, ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ, ചോക്ലേറ്റിൻ്റെ ടേസ്റ്റുള്ള, അതുപോലെ വാനില ടേസ്റ്റുള്ള പ്രോട്ടീൻ പൗഡറുകളുണ്ട്. സ്നാക്ക് ബാറുകൾ നമ്മൾ കുട്ടികൾക്ക് മഞ്ചും അതുപോലെ കിറ്റ്കാറ്റൊക്കെ കൊടുക്കാറുണ്ടല്ലേ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ വെസ്റ്റീജിൻ്റെ എനർജി ബാറുകളുണ്ട്, 50 രൂപയെ അതിൻ്റെ വിലയുള്ളൂ. സൂപ്പർ പ്രൊഡക്റ്റാണ്, വളരെ ഹെൽത്തി ആക്കി എടുക്കാൻ സാധിക്കുന്ന, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിലുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഫ്രഷ്നപ്പ് ഡ്രിങ്ക്, നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു എനർജി ഡ്രിങ്കാണത്. അതുപോലെ സബ്ലിംഗൽ സ്പ്രേ, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ, വൈറ്റമിൻ സി, വൈറ്റമിൻ B12, മൾട്ടി വിറ്റാമിൻ സ്പ്രേ, സബ്ലിംഗൽ സ്പ്രേ, നാക്കിനടിയിലോട്ട് അടിക്കാൻ കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ സ്പ്രേ ആണ്. വിത്തിൻ സെക്കൻഡ്സിലാണ് നമ്മുടെ വൈറ്റമിൻ്റെ അഭാവങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ കൊടുക്കാൻ അതിന് നല്ല റിസൾട്ടുള്ള സ്പ്രേസ് ആണത്. ഓറൽ കെയറിൽ പോവുകയാണെങ്കിൽ ഒരു 3 ടൈപ്പ് പേസ്റ്റ് ഉണ്ട് നമ്മുടെ വെസ്റ്റീജിൽ. അതിൽ 67 രൂപയുള്ളൊരു പേസ്റ്റ് ഉണ്ട്, അഷ്വറിൻ്റെ പേസ്റ്റ്. നമ്മൾ പല്ല് വേദന, പല്ല് പുളിപ്പ്, മോണപ്പഴുപ്പിന്, അതുപോലെ വായപ്പുണ്ണിനൊക്കെ, മൗത്ത് അൾസറിനൊക്കെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടുള്ള പേസ്റ്റുകൾ, പല്ലിൻ്റെ കളറൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വൈറ്റനിങ് പേസ്റ്റ് ഉണ്ട്. അതുപോലെ മൗത്ത് വാഷ് ഉണ്ട്, ബ്രഷ് ഉണ്ട്.
ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ മാത്രം. അതുപോലെ പേഴ്സണൽ കെയറിൽ തന്നെ നിരവധി പ്രോഡക്റ്റുകൾ, BB ക്രീം, സൺ ക്രീം, ഫെയർനെസ് ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, അതുപോലെ പെർഫ്യൂംസ്, ഡിയോഡ്രൻസ്, പോക്കറ്റ് പെർഫ്യൂംസ്, സോപ്പ്, TFM 76 മേലുള്ള സോപ്പാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് വെച്ചാൽ ഒരു നോർമൽ വില മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന അതേ പ്രൈസ് മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രൈസിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം പ്രൈസ് മാത്രമേ ഉള്ളൂ. അതുപോലെ മുടി സംരക്ഷണത്തിന് ഹെയർ സ്പാ കണ്ടീഷണർ, ഹെയർ ഓയിൽ ഉണ്ട്. മുടി കൊഴിച്ചലിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഹെയർ ഓയിലാണ്. അതുപോലെ ഷാംപൂസ്, നിരവധി ഷാംപൂസ് അവൈലബിൾ ആണ്. ഡെയിലി കെയർ ഷാംപൂസ് ഉണ്ട്. അതുപോലെ ഡാൻഡ്രഫും തലയിലുള്ള പെയിനൊക്കെ പോകാൻ സാധിക്കുന്ന വണ്ടർഫുൾ ഷാംപൂസ് ആണ്. അതുപോലെ വെസ്റ്റ് കെയർ എന്നൊരു പെയിൻ റിലീഫ് ക്രീം ഉണ്ട്. വേദനയ്ക്കുള്ള നല്ലൊരു ക്രീമാണ്. വെറും 129 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടുള്ള പെയിൻ റിലീഫ് ക്രീമാണ്. അതുപോലെ 100% നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, ഹെയർ മാസ്ക്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ വണ്ടിയിലെ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന മാച്ച് ഡ്രൈവിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്. പുതിയ വണ്ടിയിലെ ഒരു ഫീലിങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ ഒരു 2 വീലർ ഉണ്ടാവും, അതുപോലെ 4 വീലറൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ വണ്ടി കുറച്ച് പഴകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. ഒരു പുതിയ വണ്ടിയുടെ ഫീലിങ്സ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ക്ലീനിങ് സെഷനിൽ പോകുകയാണെങ്കിൽ ഹൈജീൻ ആൻഡ് വേസ്റ്റേജ് ക്ലീനിങ് സെക്ഷനിലേക്ക് നിരവധി പ്രൊഡക്റ്റാണ്. ഒന്ന് ഡിഷ് വാഷ്, നമുക്ക് ഏറ്റവും കെമിക്കലായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഡിഷ് വാഷ് അല്ലേ. ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതും ഈ ഒരു ഡിഷ് വാഷിലൂടെ തന്നെയാണ്. ഫോസ്ഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയിലുണ്ട്. അതുപോലെ തുണി കഴുകാനുള്ള പൗഡർ, ലിക്വിഡ്, അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, എയർ ഫ്രഷ്നർ, അതുപോലെ ഗ്ലാസ് ക്ലീനർ, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ജെൻസിന് പറ്റിയ ബാത്തിങ് ബാർ, ഫേസ് വാഷ്, ഡിയോഡ്രൻസ്, വെല്ലനോടെ ലിപ് ബാമുകൾ, മിസ്റ്റർ ഓഫ് മിലാൻ്റെ ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് സ്കിൻ ഫോർമുല 9 നമ്മളെ മുഖ സൗന്ദര്യത്തെ കാത്തുരക്ഷിക്കാൻ. ഇപ്പം നമ്മൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് മുഖത്തൊക്കെ ചെറിയ കലകളും ചുളിവൊക്കെ വരാൻ തുടങ്ങുന്നു അല്ലേ. നമ്മുടെ സൗന്ദര്യത്തെ അതേപോലെ നിലനിർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് സ്കിൻ ഫോർമുല 9 ഫേസിൻ്റെ 3 ലെയർ വരെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന വണ്ടർഫുൾ പ്രൊഡക്റ്റാണ്. യൂത്ത് എലിക്സർ, അതുപോലെ ബ്ലമീഷ് ജെൽ, കണ്ണിനടിയുള്ള കറുത്ത പാടുകൾ മാറ്റാൻ പറ്റുന്ന അണ്ടർ ഐ സേഡം, അങ്ങനെ നിരവധി പ്രൊഡക്റ്റാണ് അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാരും കൃഷിയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലേ. ടെറസിൻ്റെ മുകളിലായിക്കോട്ടെ, അടുക്കള ഭാഗത്തായിട്ട് ചെറിയൊരു അടുക്കള തോട്ടങ്ങൾ ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അതുപോലെ ഇപ്പോൾ കൃഷിയാണ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാട്ടിൽ വിഷമടങ്ങിയ പച്ചക്കറിയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെസ്റ്റീജിൽ തന്നെ നിരവധി പ്രൊഡക്റ്റുകളാണ് ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്. അതുപോലെ വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഷാർപ്പ് കമ്പനി, ജപ്പാൻ കമ്പനിയായ ഷാർപ്പ് കമ്പനി വെസ്റ്റീജിന് വേണ്ടി ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റാണ് വാട്ടർ പ്യൂരിഫയർ. അത് പോർട്ടബിൾ ആയിട്ടും അതുപോലെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അതുപോലെ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതും വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. ഇത്രയും പ്രൊഡക്റ്റ് 450 പരം പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമുക്കറിയാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം. നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്താൽ അവരുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് 40% കമ്പനി എടുത്തിട്ട് ബാക്കി ഒരു ഇത്രയും ഇടനിലക്കാർ C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, ഇത്രയും ഇടനിലക്കാരിലൂടെയാണ് കൺസ്യൂമറായ നമ്മളെ കൈകളിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത്. ഇവരെല്ലാവരും 5-10 രൂപ ലാഭം എടുക്കാതെ ഈ ഒരു കാര്യം ചെയ്യില്ലല്ലേ. അതുമാത്രമല്ല TV-യിലൂടെ സെലിബ്രിറ്റീസുകൾ, ഐശ്വര്യ റായി ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, ഷാറൂഖ് ഖാൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഓരോരോ പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങൾ പറയാൻ കോടികളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവർ കോടീശ്വരന്മാരാണ് ഓൾറെഡി. എങ്കിലും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യങ്ങൾ പറഞ്ഞുകൊണ്ട് TV ചാനലിലൂടെ പരസ്യങ്ങൾ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺസ്യൂമറായ നമ്മളെ കൈകളിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുമ്പോൾ 100% പൈസ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അറിഞ്ഞോ അറിയാറിയോ ഇവരെയൊക്കെ കോടീശ്വരന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ്. അവിടെ നമ്മൾക്ക് ഒരു അവസരം പോലും ഇല്ല ഒരു വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്രീ പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ ഒരു അവസരം പോലും നമുക്ക് ലഭിക്കാറില്ല. ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിക്കാതെ സിനിമാക്കാർ ഇതിൽ കോടികളായി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. വെസ്റ്റീജ് കമ്പനി ചെയ്യുന്ന ഒരു സുവർണ അവസരം, അതിൻ്റെ പ്രൊഡക്റ്റ് വെസ്റ്റീജിൻ്റെ 450 പരം പ്രൊഡക്റ്റ് വെസ്റ്റീജ് കമ്പനിയിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാൻ ഒരു അവസരം തരുവാണ്. അവിടെ വെസ്റ്റീജ് കമ്പനി 40% അവരെടുത്തുകൊണ്ട് ബാക്കിയുള്ള 60% ഈ സെലിബ്രിറ്റീസിനും ഇടനിലക്കാർക്കും കൊടുക്കുന്ന പൈസ കസ്റ്റമേഴ്സിന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം തരുവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നത് വഴി നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം തരുവാണെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്ട്രഗിൾ ലൈഫിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം തരുന്ന ഒരു കമ്പനി വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ജസ്റ്റ് ചേഞ്ച് യുവർ ഷോപ്പ്.
നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ അവസരം തരുവാണ്. ഇതിൻ്റെ പ്രത്യേകത 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു നോർമൽ വിലയിൽ. ഇന്ന് നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു 1/3 ഭാഗം പ്രൈസിലാണ് ഇത്രയും നല്ല പ്രൊഡക്റ്റ് 100% മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൊടുക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റെഗുലർ കസ്റ്റമറായി മാറുന്നുണ്ടാവും. അത്രക്കും നല്ല റിസൾട്ട് ആയിരിക്കും, അത്രക്കും നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ലഭിക്കുന്നുണ്ടാവുക. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇന്ന് ഞാനും ഒരു കസ്റ്റമറായി വന്ന ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇത്രയും ലൈഫായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് കുറച്ച് ഫ്രണ്ട്സിലോട്ട് മാത്രം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരു 6 വ്യക്തികളിലൂടെ മാത്രം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഏകദേശം 13 രാജ്യങ്ങളിലായിട്ട് ഏകദേശം 4000-ലധികം ആൾക്കാർ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെയുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, വെറും 6 വ്യക്തികളിലേക്ക് ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഒന്ന് ഷെയർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബിസിനസ് അവസരം. ഇവിടെ കമ്പനി 9 ടൈപ്പ് വരുമാനമാണ് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് തരുന്നത്. ഒന്ന് സേവിങ്സ് ഓഫ് കൺസെപ്ഷൻ, നമ്മുടെ സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ 20% ഡിസ്കൗണ്ടിലാണ് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. MRPയിൽ നിന്നും 20% ഡിസ്കൗണ്ടിൽ. പെർഫോമൻസ് ബോണസ് ആയിട്ട് 5 മുതൽ 16% വരെ, ബ്രോൺ സെലക്ടർ ബോണസ് ആയിട്ട് ഒരു 15%, ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് ഒരു 3%, കാർ ഫണ്ട് ഒരു 5%, ഹൗസ് ഫണ്ട് ഒരു 3%, എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. അത് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2%. വലിയൊരു എമൗണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ്. വെറും ഒരു കസ്റ്റമർ ആയാൽ പോലും നിങ്ങൾക്ക് ഇതിൽ വരുമാനം ഉണ്ടാക്കാൻ അവസരമുണ്ട്. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കുക, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടും ഫുള്ളി ഫ്രീ ആയിട്ട് യാതൊരുവിധ പൈസയും കൊടുക്കാതെ കമ്പനിയുടെ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ട സമയത്ത് വെസ്റ്റീജ് കമ്പനിയിലൂടെ വാങ്ങിക്കാം 20% ഡിസ്കൗണ്ടിൽ. അതോടൊപ്പം തന്നെ ഓരോ പർച്ചേസിങ്ങിനോടൊപ്പം കമ്പനി 10% പ്രൊഡക്റ്റ് ഫ്രീ തരുവാണ്. ഇന്ന് വരെ ഏതെങ്കിലും കച്ചവടക്കാർ നമുക്ക് അങ്ങനെ വല്ല ഫ്രീ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടോ? ഇവിടെ കമ്പനി ഓരോരോ പർച്ചേസിനോടും 10% ഫ്രീ ആണ്. ഒരു 3000 രൂപക്കുള്ള സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ 300 രൂപ കൊടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീയാണ്. 10000 രൂപക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 1000 രൂപക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ ക്യാഷ് ബാക്ക് ആയിട്ട് ഒരു 5 മുതൽ 16% വരെ നമ്മൾ അക്കൗണ്ടിലേക്ക് തരുന്നു. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തരാറുണ്ടോ? അതുപോലെ 100% മണി ബാക്ക് ഗ്യാരണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്തൊരു വണ്ടർഫുൾ ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. സ്ഥിരതയുള്ള കസ്റ്റമർക്കുള്ളൊരു ഓഫറാണ്. നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? വീട്ടിനടുത്തുള്ള കടകളിൽ നിന്നാണ് സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കച്ചവടക്കാരൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്നുണ്ട്, ഈ മാസം പൈസ വേണ്ടെന്ന് പറയാറുണ്ടോ? ഇവിടെ വെസ്റ്റീജ് കമ്പനി പറയാണ് 4 മാസം കണ്ടിന്യൂ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 5-ാമത്തെ മാസം പൈസ കൊടുക്കാതെ 3000 രൂപക്ക് വിലയുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. ഒരു 100 പോയിന്റിന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 200 പോയിന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 6000 രൂപക്കും, 300 പോയിന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 9000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീയും, 400 പോയിന്റ് വാങ്ങിക്കാൻ സാധിക്കുന്ന 12000 രൂപക്ക് മേലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു. അതോടൊപ്പം ലക്കി ഡ്രോവും കൂടെ അതിനൊപ്പമുണ്ട്. ഇതൊരു ബിസിനസ്സായി ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്. നിങ്ങളെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി സ്പോൺസർ, അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അങ്ങനത്തെ നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാനാണ് വെസ്റ്റീജ് കമ്പനി ചെയ്യുന്നത്. നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി നിങ്ങളെ നല്ലൊരു സക്സസ്സിൽ എത്തിക്കുന്നുണ്ടാവും. അതോടൊപ്പം വെസ്റ്റീജ് കമ്പനി നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് മുന്നോട്ടുണ്ടാവും. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നിങ്ങളെ ഇതിനുള്ള ഓരോ ട്രെയിനിങ്സും കാര്യങ്ങളും തന്നുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം എത്തിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു 30 രൂപക്ക് മേലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ടാവും. ഈ പോയിന്റ് ഒരു 600 പോയിന്റ് ആവുന്ന സമയത്ത് നമുക്ക് 8% എന്നൊരു ബോണസ് ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. അത് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്പീഡായിട്ടൊരു വരുമാനം വേണമെങ്കിൽ ഈ 600 പോയിന്റിന് പകരം ഒരു 300 പോയിന്റിന് ആവശ്യം മാത്രമേ നേർ പകുതി ചെയ്താൽ പോലും നമുക്ക് ഫാസ്റ്റായിട്ട് 8% ആവാൻ സാധിക്കും. ഒരു 750 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ടും അവിടെ ലഭിക്കുന്നുണ്ടാവും. ഒരു 2400 പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ 12%, 5500 പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ 16% എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. 5500 പോയിന്റിന് പകരം ഒരു 4500 പോയിന്റ് ഒരു സിംഗിൾ മാസത്തിൽ എത്താൻ സാധിക്കുകയാണെങ്കിൽ ഒരു 18000 രൂപയ്ക്ക് വരുമാനം വാങ്ങിക്കാനുള്ള അവസരമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഒറ്റക്കല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് വന്നു, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതിലുണ്ടായ ആ ഒരു ബിസിനസ് അവസരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത വഴി ഒരു 6 വ്യക്തികളിലേക്ക് ഈ ഒരു ബിസിനസ് അവസരം എനിക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. 6 വ്യക്തികളിലും ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്ത് കൊടുക്കാൻ സാധിച്ചു ഫ്രീ ആയിട്ട്. അതിൽ ഓരോ ആൾക്കാർക്കും ഒരു വരുമാനം എത്തിക്കാനും സാധിച്ചു. അതിൽ ഓരോ വ്യക്തികൾക്കും നമ്മൾ ഓരോ അസോസിയേഷൻ ചെയ്യുന്ന ഒരു ഫാമിലിക്ക് ഒരു വരുമാനം എത്തിക്കുന്ന സമയത്താണ് ഇവിടെ കമ്പനി നമുക്കൊരു പ്രൊമോഷൻ തരുന്നത്, സിൽവർ ഡയറക്ടർ എന്ന പ്രൊമോഷൻ. അതോടെ സമയത്ത് ട്രാവൽ ചെയ്യാൻ ഏഷ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു അവസരം കൂടെ കമ്പനി നമുക്ക് അവിടെ തരുവാണ്. അവിടെ പെർഫോമൻസ് ബോണസും ടീം ബിൽഡിംഗ് ബോണസും LOBയും കൂടെ നേടാനുള്ള അവസരം അവിടെയുണ്ട്.
2 വ്യക്തികൾക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ഡയറക്ടറായി മാറുന്നു. ഒരു 3 ഫാമിലിയിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ഡയറക്ടർ ആകുമ്പം അതോടൊപ്പം ഒരു എക്സ്ട്രാ കാറിൻ്റെ EMI ലൈഫ് ലോങ് നോൺ സ്റ്റോപ്പ് ആയിട്ട് കാറിൻ്റെ EMI വാങ്ങിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ആ എക്സൈറ്റ്മെൻറ്റ് നമ്മളെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുന്നത് വഴി അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും അവസരങ്ങൾ തരുന്നൊരു കമ്പനി 4 വ്യക്തികൾക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും സഞ്ചരിക്കാൻ ഒരു അവസരം അവിടെ ലഭിക്കുകയാണ്. 6 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്തുകൊണ്ട് ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. ആ സമയത്ത് ഒരു എക്സ്ട്രാ ഇൻകം കൂടി, ഹൗസ് ഫണ്ടും കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. 6 അല്ല, വേണമെങ്കിൽ 8 വ്യക്തികളിലേക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. അവിടെ എലൈറ്റ് ക്ലബ്ബ് ബോണസും നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ 12 വ്യക്തികളിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ ക്രൗൺ ഡയറക്ടറും, 16 വ്യക്തികളിലേക്ക് ഒരു വരുമാനം എത്തിച്ചാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇതിൻ്റെ ഹയസ്റ്റ് പിന്നിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ 25 ലക്ഷമോ എത്ര ലക്ഷങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു പിൻ ലെവലാണത്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് പോകാൻ സാധിക്കുന്ന രാജ്യങ്ങളാണ് പാരീസ്, ബീജിംഗ്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും ഫ്രീ ആയിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം, മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, ഓഡി ആയിക്കോട്ടെ, ഏത് കാർ ആയിക്കോട്ടെ, അതിൻ്റെ EMI കമ്പനി നമുക്ക് പേ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അനുസരിച്ചിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭവനം എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ അത് വെക്കാനുള്ള EMI കമ്പനി നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി EMI തരുന്നുണ്ടാവും. ഇന്ന് നമുക്കറിയാം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് ഇ-കോമേഴ്സ്, ആമസോണിലൂടെയും മീഷോയിലൂടെയൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ടല്ലേ, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി. എന്തെങ്കിലും നമുക്ക് വരുമാനം തരാറുണ്ടോ? എന്തെങ്കിലും പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കാറുണ്ടോ? വെസ്റ്റീജിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇ-കോമേഴ്സിലൂടെ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വാങ്ങിക്കാനുള്ള അവസരം, അതോടൊപ്പം ഒരു ഫ്രീ പ്രൊഡക്റ്റും കൂടെ ലഭിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഈ ബിസിനസ് ഏതൊരു രാജ്യത്തേക്കും എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൂടാതെ വെൽനസ് റെവല്യൂഷൻ, പോൾ സെന്റ് പീസർ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇനി വരുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വെൽനസ് ആണ്. നമ്മുടെ കമ്പനി ഒരു വെൽനസ് ഓറിയൻറ്റഡ് കമ്പനിയാണ്. FMCG പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ബ്യൂട്ടി പ്രൊഡക്റ്റും കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വലിയൊരു കമ്പനിയുടെ കൂടെ 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുടെ കൂടെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് യാതൊരുവിധ ടെൻഷനോ റിസ്കോ ഇല്ലാതെ ഒരു ബിസിനസ് ചെയ്യാൻ ഒരു അവസരം തരുവാണെങ്കിൽ നല്ലൊരു തീരുമാനം എടുത്തൂടെ? നല്ലൊരു പ്ലേസിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജനറേഷൻ്റെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു വരുമാനം, അതോടൊപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആരാണോ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവരുമായിട്ട് തരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു അവസരം വിന്നിംഗ് ടീമിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു അവസരം പ്രസൻറ്റേഷൻ ചെയ്യാൻ ഒരു അവസരം തന്ന വിന്നിംഗ് ടീമിൻ്റെ ഓൾ ലീഡേഴ്സിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എക്സലന്റ് പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ സാറ് ഇത്രയും വണ്ടർഫുൾ ആയിട്ട് പ്രസന്റേഷൻ അവതരിപ്പിച്ചു. നമുക്ക് ചാറ്റ് ബോക്സിലൂടെ സാറിന് നന്ദി അറിയിക്കാം. ഇനി ഒരു ക്ലോസിംഗ് സെഷൻ ടൈമാണ്. അതിനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ വിന്നിംഗ് ടീമിലെ വെൽനസ് ഗുരുവായ ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ സാറിനെയാണ്. സാറ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനായിരുന്നു സാറ്. ആ ഫീൽഡിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം ഈ ബിസിനസ്സിലേക്ക് കണക്ട് ആവുകയും വെൽനസിനെ കുറിച്ച് പഠിച്ച് ശ്രീലങ്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. 85-ാം വയസ്സിലും കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പോയി ബിസിനസ് ചെയ്യുന്ന പവർഫുൾ ലീഡർ ആയ സാറ് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന ലെവൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. സാറിന് ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. പ്ലീസ് വെൽക്കം ബാലു സാർ. Okay. Thank you very much for your nice edification. Thank you very much, madam. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഷാജി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏതൊരു പുതിയൊരാൾക്കും ഇത് ആ സെഷൻ കേട്ട് കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്ന വിധത്തിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തു. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഷാജി, കൺഗ്രാജുലേഷൻ. ഓക്കെ, എന്നെ പരിചയപ്പെടുത്തി ഐ ആം ബാലസുബ്രഹ്മണ്യം ഫ്രം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തു നിന്നാണ്. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ മാതിരി ഐ വാസ് വർക്കിംഗ് ഇൻ ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, സിവിൽ സപ്ലൈയിലായിരുന്നു. 2002 ഞാൻ റിട്ടയർ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരാനുണ്ടായിരുന്ന ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇത് ഏറ്റെടുത്തത്. ഞാനിതിൽ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ മെറിറ്റ്സ് ഈ കമ്പനിയിൽ, ഈ ഇൻഡസ്ട്രിയിലുണ്ട്.
അപ്പൊ ആ ഇൻഡസ്ട്രിയിലുള്ള മെറിറ്റ്സ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് കമ്പനിയിലോട്ട് ഞാൻ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയില് ഇപ്പൊ ഒരു ശൈശവ ദശയിലാണ്. ശരിക്കും പറഞ്ഞാൽ 2016 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന് വേണ്ട ഗൈഡ് ലൈൻസും ഇതിന് ലോ ഇനാക്ട് ചെയ്തത് 2016. അപ്പൊ ഇപ്പോ അത് 2024 ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 8 വർഷമേ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ശൈശവ ദശയാണ് ഇപ്പോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2030 ആവുമ്പോഴേക്കും ആവുള്ളൂ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു കൗമാര ദശയിലോട്ട് എത്തുന്നത് അപ്പോഴേ എത്തുള്ളൂ, 2030 ആവുമ്പോഴേക്കും. ആ സമയത്ത് ജനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അവർക്ക് ശരിക്കും കിട്ടുള്ളൂ. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, എന്താണ് ഇതിന്റെ സ്കോപ്പ്, ഇന്ത്യയിൽ അതിനുള്ള സ്കോപ്പ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞു വരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം, കുറച്ചും കൂടി സമയമെടുക്കും. അപ്പൊ നമ്മളാണ് ഇതിന്റെ തുടക്കക്കാർ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുമ്പ് വിദേശ കമ്പനികളാണ് ഇന്ത്യയിൽ വന്ന് മാർക്കറ്റ് ചെയ്ത് പണം വിദേശത്തേക്ക് കൊണ്ടുപോയത്. ഡയറക്ട് സെല്ലിങ്ങിൽ പലപ്പോഴും വിദേശ കമ്പനികളാണ്. ഇന്ത്യയിൽ ഇപ്പോ വന്നപ്പോ നമ്മുടെ ഈ കമ്പനി, അതായത് ഇപ്പോ ഒരുപാട് കമ്പനികളുള്ളത് 20 വർഷം തികച്ച കമ്പനികൾ 1-2 കമ്പനികളേ ഉള്ളൂ ഇന്ത്യയിൽ, ഇന്ത്യൻ കമ്പനികൾ. അതിലൊന്നാണ് വെസ്റ്റീജ് എന്നുള്ളതാണ്. അപ്പോ ഈ വെസ്റ്റീജിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, അതിലോട്ട് വരുന്നതിന് മുമ്പ് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യയുടെ പൊസിഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ആസ് ഫാർ എസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈസ് കൺസേൺഡ്, ഇന്ത്യയുടെ പൊസിഷൻ ഈസ് ഒരു സ്ലീപ്പിംഗ് ജയന്റ് എന്നാ പറയുന്നത്. സ്ലീപ്പിംഗ് ജയന്റ്, ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയൊരു സിംഹമാണ്. ഇത് ഉണരാൻ പോകുന്നതേ ഉള്ളൂ, ഇപ്പോഴും ഉണർന്നിട്ടൊന്നുമില്ല, ഉണരാൻ പോകുന്നതേ ഉള്ളൂ. അത്രയും വലിയൊരു സ്കോപ്പാണ് ഇന്ത്യയിലുള്ളത്. കാരണം നമ്മുടെ അയൽവക്ക രാജ്യത്ത് നോക്കാമല്ലോ, അയൽവക്കമായിട്ടുള്ള മലേഷ്യ, സൗത്ത് കൊറിയ, ജാപ്പാൻ, ഫിലിപ്പൈൻസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വളർച്ച തന്നെ, മലേഷ്യ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ വരെ ഉണ്ട് അവിടെ ഈ ഇൻഡസ്ട്രിക്ക്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഗവൺമെന്റിന് അതിനെ ബോധ്യപ്പെട്ടത്, ഈ അടുത്ത കാലത്താണ്. അപ്പൊ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാവി വളരെ ശോഭനമാണ്, വളരെയധികം ശോഭനമാണ് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ. ഇതിന്റെ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കുവാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നത്. ഇതൊരു പ്രൊഫഷനായി ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ ആസ് യു ലൈക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇത്രയും വലിയ സ്കോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കമ്പനിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണുള്ളത്. നിരവധി കമ്പനികൾ ഇപ്പോൾ ഉണ്ട്, അപ്പൊ നമ്മൾ ഏതാ കമ്പനിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. കമ്പനിയുടെ പ്രോഡക്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് അതിനേക്കാൾ പ്രാധാന്യം ആ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ക്രെഡിബിലിറ്റിയാണ്. ചിലപ്പോൾ നല്ല പ്രോഡക്ട്സ് ഉണ്ടാവാം, നല്ല മാർക്കറ്റിംഗ് പ്ലാൻ ആയിരിക്കാം. ഇതൊക്കെ ആണെങ്കിലും ആ കമ്പനിയുടെ മാനേജ്മെന്റിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ, അവർക്കൊരു വിശ്വാസ്യത ഇല്ലെങ്കിൽ, അവർക്ക് നടത്തി പരിചയമില്ലാത്തവരാണെങ്കിൽ, അവരിൽ യാതൊരു വിധത്തിലുള്ള മെറിറ്റ്സും ഇല്ലെങ്കിൽ, ആ കമ്പനി തെരഞ്ഞെടുത്താൽ ചിലപ്പോൾ പലപ്പോഴും പല അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് വെസ്റ്റീജ് ബിസിനസിന്റെ മാനേജ്മെന്റിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രീവിയസ് ലോങ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെ മാനേജ്മെന്റിലുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ട്. കാരണം ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണല്ലോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിയുടെയും ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 5 വർഷമാണ്. ഒരു കമ്പനി തുടങ്ങി ഒരു 5 വർഷം കൊണ്ട് അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അത് നിർത്തണോ മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കാൻ 5 years മതി. അവിടെയാണ് വെസ്റ്റീജ് ഇപ്പോ 20 വർഷം, 20 ലോങ് ഇയേഴ്സ്, സക്സസ്ഫുൾ ഇയേഴ്സ് അവർ പിന്നിട്ട് കഴിഞ്ഞു. എവറി ഇയർ ഗ്രോത്ത് ആണ് ആ കമ്പനിയുടെ, എല്ലാ വർഷവും ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണത്. അത് മാത്രമല്ല, നേരത്തെ ഷാജി സാർ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആയി തെരഞ്ഞെടുത്ത വെസ്റ്റീജ് ആണ്. എന്താണ് ഈ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്ന് പറയുന്നത്?
ഇന്ത്യയിലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഒരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷന്റെ പേരാണ് TRA. അതായത് ട്രസ്റ്റ് റിസർച്ച് അഡ്വൈസറി ആണ് ഓർഗനൈസേഷന്റെ പേരാണത്. ട്രസ്റ്റ് റിസർച്ച് അഡ്വൈസറി. അവരാണ് ഇങ്ങനെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനിയെ തെരഞ്ഞെടുക്കുന്നത്. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താ ഈ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 16 മെട്രോപൊളിറ്റൻ സിറ്റീസിൽ, ഇന്ത്യയിലെ 16 മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി, ബോംബെ, കൽക്കത്ത, അഹമ്മദാബാദ്, ബാംഗ്ലൂര്, ചെന്നൈ, ഇങ്ങനെ വരുന്ന 16 മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അവർ അതിനു വേണ്ടി സർവേ നടത്തും. അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ളതും മാനുഫാക്ചറേഴ്സ് ഉള്ളതും സർവീസ് കമ്പനികളുള്ളതും എല്ലാം തന്നെ ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ്. അങ്ങനെ ഇന്ത്യയിലെ 16 മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഇവർ സർവേ നടത്തും. എങ്ങനെയാ സർവേ നടത്തുന്നത്? 16,000 റെപ്യൂട്ടഡ് ബ്രാൻഡ്സ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 16,000 റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ച് ഇവർ പഠനം നടത്തും. അത് എത്ര? 16,000 മണിക്കൂറുകൾ. ദാറ്റ് മീൻസ് അറൌണ്ട് 23 months എന്ന് പറഞ്ഞാൽ 24, 2 വർഷം തന്നെ. 16,000 മണിക്കൂറാണ് ആ സ്റ്റഡിയുടെ പീരീഡ്. അതാണ് അവര് ആ കമ്പനിയെ കുറിച്ച്, അതാത് കമ്പനി ആ സ്ഥലത്തുള്ള ആ ഓരോ മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ള കമ്പനികളുടെ 16,000 ബ്രാൻഡഡ് കമ്പനികളെ കുറിച്ച് പഠനം നടത്തും 2 വർഷം. എന്നിട്ടോ അവർക്ക് പോയിന്റ് കൊടുക്കും ഓരോ കമ്പനിക്ക്. അപ്പൊ ഇതിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ട് വരണമെങ്കിൽ 15 മില്യൺ പോയിന്റ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ നിയമം. 15 മില്യൺ പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് ഇവർ അംഗീകരിക്കുള്ളൂ. അങ്ങനെ നിരവധി തവണ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡായി അംഗീകരിച്ച ഒരു കമ്പനിയാണ് ദ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. തീർച്ചയായും എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കായാലും, ഇത്തരത്തിലുള്ള ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളാം. നമ്മളൊക്കെ അഭിമാനം കൊള്ളേണ്ടവരാണ്. കാരണം ദ മോസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിയായി ബ്രാൻഡായിട്ട് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇത്രയധികം ക്രൈറ്റീരിയ കഴിഞ്ഞവർക്ക് കടന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അങ്ങനെ ലഭിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് കമ്പനി. പിന്നെയോ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ എത്ര 400 ചില്ലാനം പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന നിരവധി പ്രോഡക്ട്സ് സ്വന്തമായിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അത് അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്വന്തമായിട്ട് R&D ഉണ്ട്. ഏതെങ്കിലും പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന മാത്രമല്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങുള്ള ഒരു കമ്പനിയാണ്. ക്ലിനിക്കലി പ്രൂവൺ കമ്പനിയാണ്, പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ സയന്റിഫിക്കലി വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ആണ് കമ്പനിയുടേത്. ഇവിടെയാണ് നമ്മുടെ സുരക്ഷിതത്വം. വളരെ സയന്റിഫിക് ആണ് ഈ മാർക്കറ്റിംഗ് പ്ലാൻ. മാനേജ്മെന്റ് നൽകുന്ന ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റിനേക്കാൾ അല്ലെങ്കിൽ മാർക്കറ്റിനേക്കാൾ പ്രാധാന്യം മാനേജ്മെന്റ് ഏത് വിധത്തിലുള്ള എഡ്യൂക്കേഷൻ നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ നൽകുന്ന കമ്പനികളാണ് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിക്ക് ഈ ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട്, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡായിട്ടുള്ള അംഗീകാരം കിട്ടിയത്. അവിടെ എന്തൊക്കെ നോക്കും? സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളത്തിനെ കുറിച്ച് നോക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്ന മോണിറ്ററി ബെനിഫിറ്റിനെ കുറിച്ച് നോക്കും, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നോക്കും, പ്രോഡക്റ്റിന്റെ വിലയെ കുറിച്ച് അവർ പഠിക്കും. അത് മാത്രമല്ല, നിരവധി അതിന് ക്രൈറ്റീരിയ ഉണ്ട് ഒരു കമ്പനി പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നോക്കണം. അങ്ങനെ എല്ലാ രീതിയിലും പരിശോധന നടത്തിയിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡായിട്ട് ഈ കമ്പനി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ മാനേജ്മെന്റിന്റെ ഇതിലെന്താ പ്രത്യേകത? എന്താ? ഈ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ അവര് മുൻപന്തിയിലാണ്, മറ്റേത് കമ്പനിയേക്കാൾ മുൻപന്തിയിലാണ്. അവർ CNT എന്നുകൊണ്ടൊരു സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി, ചിലപ്പോൾ ഭാവിയിൽ ഈ സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി ഒരു അംഗീകരിക്കപ്പെട്ട ഒരു തെറാപ്പി ആയിട്ട് ഇന്ത്യയിൽ മാറിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലിന്റെ റെജുവിനേഷൻ, സെല്ലിന് ന്യൂട്രീഷൻ കൊടുത്തുകൊണ്ട് രോഗത്തിന് ശമനം അല്ലെങ്കിൽ ആരോഗ്യം തിരിച്ചു പിടിക്കുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഗഹനമായിട്ട് നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്.
അപ്പൊ സെല്ലുലാർ നറിഷ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ ട്രെയിനിങ് പ്രോഗ്രാം ഭാവിയിൽ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു തെറാപ്പി ആയിട്ട് തന്നെ മാറിയാൽ വലിയ അത്ഭുതമൊന്നുമില്ല, ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ അവർ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് VIP. അതുപോലെ വെസ്റ്റീജ് ഇനീഷ്യേഷൻ പ്രോഗ്രാം തുടക്കക്കാർക്ക് പറ്റിയതാണ്. പിന്നെയോ വെസ്റ്റീജ് ലീഡർഷിപ്പ് കോൺക്ലേവ്, മില്യണർ പ്രോഗ്രാം, അവാർഡ് ഫംഗ്ഷൻ, അങ്ങനെ നിരവധി ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുന്നത്. ആ ട്രെയിനിങ്സ് കൊടുക്കുന്ന, എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഏറ്റവും നല്ല കമ്പനികളിൽ ഒന്നാണ് വെസ്റ്റീജ് എന്നുള്ളത്. അത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലിയാണ്. ഇതാണ് എന്നെ ഏറ്റവും എന്താണ് അട്രാക്ട് ചെയ്തൊരു ഭാവം എന്ന് വെച്ചാൽ, ഈ കമ്പനി ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കമ്പനിയാണ്. അത് നമ്മൾ അനുഭവിച്ചതാണ്. എപ്പോഴാന്ന് വെച്ചാൽ കോവിഡിന്റെ സമയത്ത്, നിങ്ങൾക്കറിയാലോ, കോവിഡിന്റെ കാലത്ത് ഒരു സൈക്കിള് പുറത്തിറക്കാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ല, ഒരു വണ്ടി ഓടൂല, ഒരു കാറ് പോവില്ല, ഒരു ബസ് പോവില്ല, ഒരു ട്രെയിൻ പോവില്ല, ഒരു പ്ലെയിൻ പോവില്ല, സകല ഓഫീസ് പൂട്ടിക്കിടക്കുന്നു. ആശുപത്രി മാത്രം തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല. ഈ സമയത്ത് അപ്പോഴാണ് അവിടെ നമ്മൾ ഈ കമ്പനിയെ സ്തുതിക്കുന്നതാണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ സ്റ്റാൻഡ് സ്റ്റില്ലാണ്, പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യും. അതാണ് അവസ്ഥ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു 4 മാസത്തെ ആവറേജ്, കഴിഞ്ഞ 4 മാസങ്ങളിൽ എന്ത് വരുമാനം ഉണ്ടായോ ആ വരുമാനത്തിന്റെ ആവറേജ് എടുത്തിട്ട് ആ തുക നമുക്ക് 6 മാസം തുടർച്ചയായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നൽകിയ ഏക കമ്പനി വെസ്റ്റീജ് ആണ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമുക്കിത് മറക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ നമുക്ക് ബിസിനസ് ഇല്ല, ഒരാൾക്കും ബിസിനസ് ഇല്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അവർ തന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അത് മാത്രമല്ല, ബാങ്ക് മുഴുവൻ പൂട്ടിക്കിടക്കുന്ന സമയത്ത്, ബാങ്കിന്റെ സ്റ്റാഫിന് പോലും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാത്ത സമയത്ത് നമ്മുടെ കമ്പനി അതിന്റെ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യം 10-ാം തീയതി എന്താ കൊടുത്തത്, എല്ലാവരുടെ അക്കൗണ്ടിൽ പൈസ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ അവർ താല്പര്യമെടുത്തു എന്നുള്ളതാണ്. വേണമെങ്കിൽ ആ കമ്പനിക്ക് പറയായിരുന്നു, കോവിഡാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാങ്കൊക്കെ ഹോളിഡേ ആണ്, ബോംബെയൊക്കെ പൂട്ടിക്കിടക്കാണ്. പക്ഷെ അതെല്ലാം കമ്പനി, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ദുരിതം അനുഭവിക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന കാഴ്ചപ്പാടിൽ അത് ചെയ്തു കൊടുത്ത ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ്. അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ ഏത് നിയമവും അവർ പാലിക്കും. ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ, നമുക്ക് ബെസ്റ്റ് ഡീൽ എന്ന് പറഞ്ഞിട്ട് ഒരു എല്ലാ FMCG പ്രോഡക്റ്റും മാർക്കറ്റ് ചെയ്യുന്ന അരിയും ഗോതമ്പും അതുമാതിരി തന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സെക്ഷൻ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഡീൽ എന്നാണ് അതിന്റെ പേര്. അതൊരു ഇ-കോമേഴ്സ് തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിന്റെ ഒരുപാട് ബ്രാഞ്ചസ് നമ്മുടെ കേരളത്തിലെ ഹരിപ്പാടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്, ഡയറക്ട് സെല്ലിങ്ങിലൂടെ അത്തരത്തിലുള്ള പ്രോഡക്ട്സ് വിൽപ്പന നടത്താൻ പാടില്ല, മൾട്ടി ലെവൽ മാർക്കറ്റിലൂടെ ചെയ്യാൻ പാടില്ല. ആ ഉത്തരവ് വന്ന ഉടനെ തന്നെ നമ്മുടെ കമ്പനി എന്തെന്ന് വെച്ചാൽ അതെല്ലാം പൂട്ടി, വേണ്ടെന്ന് വെച്ചു. പല കമ്പനികളും സമയം ദീർഘിച്ച് തരണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. നമ്മളതൊന്നും ആവശ്യപ്പെട്ടില്ല. ഓൺ ദ മൂമെന്റ് ഇറ്റ് സെൽഫ് ക്ലോസ് ചെയ്തു. അപ്പൊ കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇത്രയും സാധനങ്ങൾ ക്ലോസ് ചെയ്ത് വിൽക്കണ്ടേ, പകുതി വിലക്കൊക്കെയാണ് അത് കൊടുത്തത്. അത് മാത്രമല്ല, കോവിഡ് പീരീഡ് FMCG പ്രോഡക്റ്റ് നമുക്കൊക്കെ 25% ഡിസ്കൗണ്ട് റേറ്റിലാണ് ഈ കമ്പനി തന്നത്. ഏത് കമ്പനി തരും ഇങ്ങനെ? ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ നമ്മുടെ സ്വന്തം കമ്പനിയായിട്ട് തന്നെ കണ്ടിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം വരുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. പിന്നെയോ, നേരത്തെ ഷാജി സാർ പറഞ്ഞില്ല, 8,000 പേരാണ് കഴിഞ്ഞ തവണ 9,000 അദ്ദേഹം പറഞ്ഞത്. എൻ്റെ അറിവ് 8,000 ആണ്. 8,000 പേര് കഴിഞ്ഞ വർഷം വിദേശത്ത് കൊണ്ടുപോയ ഒരു കമ്പനിയാണ്. അത് ചിലപ്പോൾ ഒരു ഗിന്നസ് ബുക്കിലൊക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു നമ്പറാണ്. പിന്നെന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു എത്തിക്കൽ കമ്പനിയാണ്. പലപ്പോഴും പലരും ചോദിക്കും ലീഗൽ ആണോ എന്നുള്ളത്. എല്ലാ ലീഗൽ കമ്പനീസും എത്തിക്കൽ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഓൾ ദ എത്തിക്കൽ കമ്പനീസ് ആർ ലീഗൽ ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ ഹൈലി എത്തിക്കൽ ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം അണ്ടർ ലീഗൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ ഇടപെട്ടിരിക്കുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി എന്ത് പറഞ്ഞാലും ശരി, ഈ വെസ്റ്റീജ് വിട്ട് പോകുന്ന ഒരു പ്രശ്നം നമുക്കില്ല. കാരണം സെക്യൂർഡ് ആണ് ഇവിടെ, ലൈഫ് സെക്യൂർഡ് ആണ്. പിന്നെയോ, മോസ്റ്റ് ലക്ഷൂറിയസ് ലൈഫ് സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും
വെസ്റ്റീജ് ബിസിനസ് ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമുക്കൊക്കെ ലക്ഷ്യൂറിയസ് ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിനുള്ള അവസരമില്ല. പക്ഷെ ഇവിടെ അവസരമുണ്ട്. നമുക്ക് സുഖമായിട്ട് ഈ ഈ ബിസിനസ്സിലൂടെ എല്ലാ ലക്ഷറിയും എൻജോയ് ചെയ്യാനുള്ള അവസരം ഈ കമ്പനി ഒരുക്കി കൊടുക്കുന്നുണ്ട്. വിദേശ ടൂർ വിത്ത് ഫാമിലി. ഞാൻ തന്നെ 30 വർഷം ഞാൻ ഗവൺമെന്റ് സർവീസിൽ പണിയെടുത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു കാറൊന്നും മേടിക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷെ ഈ വെസ്റ്റീജ് വന്നപ്പോ 3.5 വർഷം ആകുമ്പോഴേ, 3.5 വർഷം ആയില്ല, അതിനുമുമ്പ് തന്നെ ഒരു ഹൈബ്രിഡ് സിയാസ് കാർ മേടിക്കാൻ എനിക്ക് സാധിച്ചു. അതൊരു വലിയ നേട്ടമല്ലേ? എൻ്റെ ഈ ഏജിൽ എനിക്കത് മേടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. ഇറ്റ്സ് ചെറിയ കാര്യം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അത് നേടിയെടുക്കാൻ വെസ്റ്റീജ് എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു, എനിക്കത് കിട്ടി. അതുപോലെ കേരളത്തിൽ തന്നെ 159, ഇപ്പൊ ജ്യോതിഷാറിന്റെ ടീമിൽ തന്നെ പറഞ്ഞ 159 പേരെങ്ങാണ്ട് അദ്ദേഹം കാറിന്റെ ചാവി കൊടുത്തു എന്നാണ് കേരളത്തില്. പക്ഷെ കേരളത്തിൽ വെസ്റ്റീജിൽ തന്നെ എത്ര പേർ മേടിച്ചത്? അതിൽ എത്രയോ കൂടുതൽ ആൾക്കാർ കാറുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ചെറിയ കാര്യമൊന്നുമല്ല, ഒരു വലിയ കാര്യമാണ്. സാധാരണക്കാരന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് എത്തിച്ചേരാനുള്ള, ലക്ഷറീസ് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം വെസ്റ്റീജിൽ ഇതിൽ ഈ ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ GDP, ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ GDP ഉയരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുമാനം കിട്ടുമ്പോഴാണ്. ഇന്ന് ഇന്ത്യയില് എന്താ ഇന്ത്യ GDP-യിൽ 5ാം സ്ഥാനത്താണെങ്കിലും പെർ ക്യാപിറ്റ GDP-യിൽ 126ാമത്തെ സ്ഥാനമാണ്. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത്. കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ ചെന്നാൽ ഒരു മാനേജർ ഉണ്ടാവും, ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു ശിപായി ഉണ്ടാവും, അതിൽ കൂടുതൽ ആരും ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ സർജറിയൊക്കെ നടത്തുന്ന സർജൻസ് പറയുന്നത് നമുക്കൊരു പണിയില്ല, കാരണം എല്ലാം റോബോട്ടാണ് സർജറി നടത്തുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി ഇവിടെ ഒരു വലിയ മാറ്റം, നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിന്റെ അപ്പുറത്തൊരു വലിയ മാറ്റം വരുമ്പോ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരുന്നു. പുതിയ തൊഴിലുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിന് സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നൽകുന്ന തൊഴിലവസരങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയാം, മലേഷ്യയിലായാലും ശരി, സൗത്ത് കൊറിയയിലായാലും ശരി, ജപ്പാനിലായാലും ശരി, കാനഡയിലായാലും ശരി, ഓസ്ട്രേലിയയിലായാലും ശരി, അമേരിക്കയിലായാലും ശരി, ചൈനയിലായാലും ശരി, ഏറ്റവും കോൺട്രിബ്യൂഷൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീസിന്റെ കോൺട്രിബ്യൂഷൻ, എവിടെ തൊഴിൽ നൽകുന്നതിന്റെ കോൺട്രിബ്യൂഷൻ ഈസ് വെരി ഹൈ, വളരെ കൂടുതലാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്രൊമോട്ടിംഗ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ അവസരം നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. വി ഹാവ് ടു ക്യാപിറ്റലൈസ് ഈ അവസരം. നല്ല കമ്പനികൾ ചൂസ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റീജ് ചൂസ് ചെയ്യാനുള്ള ഏറ്റവും എൻ്റെ ഇതാണ്. കാരണം ലൈഫ് സെക്യൂർഡ് ആണ് ഇവിടെ. വെസ്റ്റീജ് മാർക്കറ്റിൽ വന്നതോടെ ലൈഫ് സെക്യൂർഡ് ആണ്. ഐ ആം വെരി ഹാപ്പി എന്ന് മാത്രമല്ല, എൻ്റെ കൂടെ വന്നവർക്കും എനിക്ക് നിരവധി ആൾക്കാർക്ക് ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം വേറെ എവിടെയാ കിട്ടുന്നത്? ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ എനിക്ക് ജോലിയിൽ ശമ്പളം കിട്ടും, പക്ഷെ കൂടുതൽ ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അവസരമില്ലല്ലോ. ഇവിടെ ഐ ആം ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് മോർ ഓപ്പർച്യൂണിറ്റി ടു അതേഴ്സ്. അതൊരു ഏറ്റവും വലിയൊരു പ്ലഷർ, സന്തോഷം പകരുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ലൈഫ് സെക്യൂർഡ് ആണ്. അത് മാത്രമല്ല, ഈ കമ്പനിയുടെ റാങ്കിങ് ഇന്റർനാഷണൽ ലെവലില്, ഗ്ലോബൽ ലെവലില് 38ാമത്തെ സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ അത് 35 എന്നൊക്കെ കേൾക്കുന്നു ഈ പുതിയ ലിസ്റ്റില്. അതിപ്പോ അങ്ങനെ വന്ന ഏക ഇന്ത്യൻ കമ്പനി വെസ്റ്റീജ് ആണ്. സോ ഐ ആം വെരി മച്ച് പ്രൗഡ് ഓഫ് ദിസ് കമ്പനി. ഐ ആം വെരി മച്ച് പ്രൗഡ് ടു ബി അസോസിയേറ്റഡ് വിത്ത് കമ്പനി. നിങ്ങൾക്ക് ഏവർക്കും ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ അന്തസ് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിർബന്ധമായിട്ടും പുതിയ ആളുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ പ്രൊഫഷനെ കുറിച്ച് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇതിനോട്ട് ആകർഷിക്കണം. അങ്ങനെ എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. ഈ ലക്ഷറി ഇവർ ഓഫർ ചെയ്യുന്ന ലക്ഷറി നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ സാർ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും സാധ്യതയെ കുറിച്ചും ഒക്കെ സാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന് സാറിനോട് നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം.
ഇനി ഇപ്പോ തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് മനസ്സിലാക്കി ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക. കാരണം ദൈവം തന്ന ഒരു ബൃഹത്തായ ഓപ്പർച്യൂണിറ്റിയാണിത്. നമുക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു സക്സസ് ആശംസിച്ചുകൊണ്ടും നല്ലൊരു ഫ്യൂച്ചറും ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത ഷാജി സാറും അതുപോലെ ക്ലോസിംഗ് സെഷൻ ചെയ്ത ബാലു സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നെ ഈ ഒരു അവസരം എനിക്ക് ഈ ഒരു MC ചെയ്യാനുള്ള ഈ അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ. വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.